എന്റെ ഭാര്യ നല്ലവളാ, എന്റെ ഭാര്യ നല്ലവളാ. ഈ വാഴകൾ കാമെന്ന സഹോദരിമാരെ, നെഞ്ചത്ത് കൈവച്ചിട്ട് നിനക്ക് പറയാൻ കഴിയുമോ നിന്റെ ഭർത്താവ് അങ്ങനെ പറയുമെന്ന്? ഉസ്താദേ, എന്റെ ഭാര്യ സ്വാലിഹത്താ ഉസ്താദേ, അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാ ഉസ്താദേ, എന്റെ റബ്ബെനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്റെ ഭാര്യ. ഇതുപോലെ ഒരു സ്വാലിഹത്തായ ഭാര്യ എന്റെ റബ്ബെനിക്ക് തന്നല്ലോ എന്ന് നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ സഹോദരിമാരോട് ചോദിക്കുകയാ, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് എങ്ങനെ പറയുമോ പെങ്ങള്? 101% നിനക്കറിയാമില്ലെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുന്ന ഒരു സമയം വന്നാൽ, അങ്ങനെ നിന്നെ കുറിച്ച് പറയുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ പറയണം, പടച്ചവര് ഇവിടെ നല്ലവളാട്, ഇവിടെ നല്ലവളാട്, എന്നെ നന്നാക്കിയവൾ ഇവളാ പടച്ചവര്, എന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ ഇവളാട് കാരണം. ഇവക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഇവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് നാളെ പടച്ച റബ്ബിനോട് പറഞ്ഞു നിനക്ക് സ്വർഗം വാങ്ങി തരുമെന്ന് തോന്നുന്നുണ്ടോ പെങ്ങള്? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സ്നേഹമുണ്ടാകണം സഹോദരാ, വിശ്വാസമുണ്ടാകണം സഹോദരാ. ഏതെങ്കിലും ഒരുത്തം പറയുന്നത് കേട്ടാൽ, നിന്റെ ഭാര്യ മെസ്സേജ് എഴുതി, നിന്റെ ഭാര്യ ഫോൺ വിളിച്ചു, നിന്റെ ഭാര്യ അവന്റെ കൂടെ കറങ്ങാൻ പോയി, ഏതെങ്കിലും ഒരുത്തം പറയുമ്പോ വാരിക്കെട്ടി പോകാൻ പറയുന്നത് ശരിയാണോ ചെറുപ്പക്കാരാ? 20 കൊല്ലം നിന്റെ കൂടെ കടന്നവളല്ലേ, 20 വർഷം നിന്റെ കൂടെ ജീവിച്ചവളല്ലേ, എന്തേ നിനക്ക് വിശ്വാസമില്ലാതെ പോയത്? നമ്മൾ നല്ലവനാ, നമ്മുടെ ഭാര്യ നല്ലവളല്ലെങ്കിൽ, നീ രാവിലെ ജോലിക്ക് പോകുമ്പോ മക്കൾ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോകുന്നേ? നിന്റെ ഭാര്യയുടെ കയ്യിൽ. അവൾ നല്ലവളല്ലെങ്കിൽ എന്തോ ചെയ്യും? മൊബൈൽ എടുത്ത് മോളുടെ കൈ കൊടുത്തിട്ട് പറയും എന്റെ റീൽ എടുക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിന്റെ ഭാര്യ മൊബൈൽ എടുത്ത് മോളുടെ അടുത്ത് കൊടുത്തിട്ട് പറയും ഉമ്മച്ചിയുടെ റീൽ എടുക്കാൻ. അങ്ങനെ ഉമ്മച്ചി അങ്ങോട്ട് റീൽ എടുക്കും. എടുത്തു കഴിയുമ്പോൾ കൊള്ളാവോ മോളെ, സൂപ്പറാ ഉമ്മ, എന്നാ ഇനി ഉമ്മ റീൽ എടുക്ക്, ഞാൻ ആടാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭാര്യമാര് നല്ലവരാകണം, നമ്മുടെ മക്കൾ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. പ്രത്യേകിച്ച് അതാ ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്, പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനം ആണുങ്ങളെക്കാൾ ദീൻ പഠിക്കേണ്ടത് പെണ്ണുങ്ങളാണ്. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ സമയമുണ്ടെങ്കിൽ പറഞ്ഞുതരാം. പെൺകുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം സമയമുണ്ടെങ്കിൽ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട രണ്ടാമത്തെ ആള് നമ്മുടെ ഭാര്യ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇനി താത്താമാര് ഇത്രയും നേരം അങ്ങ് മുകളിൽ കയറിയില്ലേ, അപ്പൊ അങ്ങ് മുകളിൽ നിൽക്കല്ലേ. ഇനി നിനക്ക് പോകണമെങ്കിലോ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ആര് പറയണം? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. നബിതങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണ്? ആ യുദ്ധത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി നബിതങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ആ യുദ്ധത്തിൽ. പടച്ചവനെ, അങ്ങനെ വലിയ യാത്രയാണ്. സഞ്ചരിച്ചു വരുമ്പോ പല ആവശ്യങ്ങളാണ്, അതുകൊണ്ട് എല്ലാവരും യാത്ര നിർത്തുകയാണ്. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോയി. അവസാനം ആയിഷ ബീബി തിരിച്ചു വന്നിട്ട് തന്റെ ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആയിഷ കയറുന്നത് നബിതങ്ങൾ കണ്ടു, സഹാബത്തിൽ പലരും കണ്ടു. ആയിഷ ബീബി കയറി കഴിഞ്ഞപ്പോ ആണുങ്ങൾ മുഴുവനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു പോവുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് ആയിഷയ്ക്ക് മനസ്സിലാകുന്നത് തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ലെന്ന്. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷയ്ക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്. റബ്ബേ, ആയിഷ ബീബി നോക്കി നബിതങ്ങളെ കാണുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയാ, ആയിഷ ബീബി നോക്കുമ്പോ നബിതങ്ങളെ കാണുന്നില്ല, സഹാബത്തിനെയും കാണുന്നില്ല. അവസാനം ആയിഷ ബീബി ചിന്തിച്ചു, പടച്ചവനെ ഓടിച്ചെന്ന് എടുത്തുകൊണ്ടുവരാ. അങ്ങനെ ആരോടും പറയാതെ ആയിഷ ബീബി ഇറങ്ങി പോവുകയാണ്. ആരും കണ്ടില്ലടോ, ഒരാളും കണ്ടില്ല. എല്ലാവരും തിരിച്ചു വന്നു. ആയിഷ ബീബി കയറുന്നത് കണ്ടത് കൊണ്ട് പിന്നെ ആരുമുണ്ടോ എന്ന് നോക്കിയില്ല. അങ്ങനെ യാത്ര തുടരുകയാണ്. പടച്ചവനെ, കുറെ സമയം കഴിഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായി തിരിച്ചു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും പോയിരിക്കുകയാ.
നബി തങ്ങളും സ്വഹാബത്തും പോയി, ആരെയും കാണുന്നില്ല. ആയിഷ ബീബി അല്ലാതെ സങ്കടപ്പെടുകയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീബി വഴിയോരത്തിരുന്ന് കരയുകയാ. ചെറിയ പ്രായമാണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആയിഷ ബീബി ഇരുന്ന് കരയുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി വരുന്നത്. ചെറുപ്പക്കാരനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കുതിരപ്പുറത്ത് വരികയാ. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരാനുള്ള കാരണമെന്തെന്നറിയുവോ? എന്തെങ്കിലും കളഞ്ഞു പോയാൽ എടുത്തുകൊണ്ട് വരാൻ നബി തങ്ങൾ പുറകിൽ വരാൻ പറഞ്ഞ സ്വഹാബിയാണ്. ആ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ ഒരു പെണ്ണിരുന്ന് കരയുകയാണ്. ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. ഒറ്റയ്ക്ക് വഴിയോരത്തിരുന്ന് കരയുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരാ ഇവിടെ ഇരുന്ന് കരയുന്നതാരാ? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാണ്. ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി. മുത്തുനബിയുടെ ഭാര്യ ആയിഷയോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷയോ. ഉമ്മാ കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ, അവിടെ ഇരുന്ന് കരയില്ലേ ഉമ്മ. സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി ചാടി ഇറങ്ങുകയാണ്. കേറുമ്മ, ഞാൻ നടക്കാം ഉമ്മ, ഈ വഴി വാഹനത്തിന്റെ കയറ് പിടിച്ചുകൊണ്ട് ഞാൻ നടക്കാം ഉമ്മ. ഉമ്മ ഇതിന്റെ മുകളിലേക്ക് കേറ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവസാനം വേറെ ഒരു വഴിയില്ലാതെ അതിന്റെ മുകളിൽ കേറുകയാണ്. പടച്ചവനെ, നബി തങ്ങളും സ്വഹാബത്തും ഒരുപാട് സഞ്ചരിച്ചു. അപ്പോഴാണ് ആയിഷയില്ലെന്നറിയുന്നത്. വലിയ വിഷയമായി. എല്ലാവരും ഒരുമിച്ച് കൂടി. നബി തങ്ങളുടെ ഭാര്യയെ കാണുന്നില്ല. പടച്ചവനെ, വലിയ പ്രശ്നമായടോ. അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുമ്പോഴാണ് സഫ്വാൻ നടന്നു വരികയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കുതിരപ്പുറത്തിരിക്കുകയാണ്. നബി തങ്ങളെ കണ്ടു. ആയിഷ ബീബി നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും സമാധാനമായി, എല്ലാവർക്കും സമാധാനമായി. യാത്ര തുടങ്ങാൻ പോകുമ്പോ അല്ലാഹുവേ, മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലൂൽ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവനുണ്ടായിരുന്നു. അവന് നബി തങ്ങളെ ഇഷ്ടമല്ല, നബി തങ്ങളുടെ ഭാര്യമാരെ ഇഷ്ടമല്ല, സഹാബത്തിനെ ഇഷ്ടമല്ല, മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല. അവന് പേര് കൊണ്ട് മാത്രം മുസ്ലിമാണ്. മുസ്ലിമീങ്ങളോട് അവന് വല്ലാത്ത വൈരാഗ്യമാണ്. അവനാണ് പറയുന്നത്, രണ്ടുപേരും ചെറിയ പ്രായമാണല്ലോ, ഒരുപാട് നേരം ഒറ്റയ്ക്ക് വന്നതാണല്ലോ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. ആയിഷ ബീബിയെ വ്യഭിചാര ആരോപണം തുടങ്ങുകയാണ്. റബ്ബേ, കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടർന്നടോ. കേട്ടവർ വിശ്വസിക്കുകയാണ്. കാരണം പറഞ്ഞത് മുശ്രിക്കീങ്ങളല്ല, പടച്ചരെ ശത്രുക്കളല്ല, നബി തങ്ങളുടെ കൂടെ പോയവരാ പറഞ്ഞത്. അത് കാരണം പലരും വിശ്വസിച്ചടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് ചർച്ചയായി. ഒരു നാട് മുഴുവനും ചർച്ചയായി. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. നബി തങ്ങൾക്ക് സങ്കടമായി. അല്ലാഹുവിന്റെ റസൂൽ വല്ലാത്ത സങ്കടമായി. പ്രവാചകൻ ആരോടും മിണ്ടുന്നില്ലടോ. അവസാനം കേട്ട് നബി തങ്ങളും മടുത്തടോ. അല്ലാഹുവിന്റെ റസൂലിന് തന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ വല്ലാത്ത സങ്കടം വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. നിങ്ങൾ ഒഴിഞ്ഞും തെളിഞ്ഞും എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എനിക്കെന്റെ ആയിഷയെ അറിയാ സഹാബ, എനിക്കെന്റെ ആയിഷയെ അറിയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. നബി തങ്ങൾ പറയുകയാണ്, എന്റെ ആയിഷാനെ എനിക്കറിയാ. അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാണ്. ഇന്നു വരെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു മോശമായ കാര്യം എന്റെ ആയിഷ ചെയ്യുന്നത് ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭാര്യ എനിക്കറിയാ. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ആയിഷ നല്ലവളാണ്. എന്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാണ്.
അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ഒരു നാട് മുഴുവനും അപവാദം പറഞ്ഞു വരുത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ് എനിക്ക് എന്റെ ആയിഷയെ വിശ്വാസമാ. എന്റെ ഭാര്യ നല്ലവളാ, എന്റെ ഭാര്യ നല്ലവളാ. ഈ വാഴ കേൾക്കാമെന്ന സഹോദരിമാരേ, നെഞ്ചത്ത് കൈവച്ചിട്ട് നിനക്ക് പറയാൻ കഴിയുമോ നിന്റെ ഭർത്താവ് അങ്ങനെ പറയുമെന്ന്? ഉസ്താദേ, എന്റെ ഭാര്യ സ്വാലിഹത്താ ഉസ്താദേ, അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാ ഉസ്താദേ. എന്റെ റബ്ബെനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്റെ ഭാര്യ. ഇതുപോലെ ഒരു സ്വാലിഹത്തായ ഭാര്യ എന്റെ റബ്ബെനിക്ക് തന്നല്ലോ എന്ന് നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ സഹോദരിമാരോട് ചോദിക്കുകയാ, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് എങ്ങനെ പറയുമോ പെങ്ങള്? 101% നിനക്കറിയാമില്ലെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുന്ന ഒരു സമയം വന്നാൽ, അങ്ങനെ നിന്നെ കുറിച്ച് പറയുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ പറയണം, പടച്ചവര് ഇവള് നല്ലവളാണ്, ഇവള് നല്ലവളാണ്, എന്നെ നന്നാക്കിയവൾ ഇവളാ പടച്ചവര്, എന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ ഇവളാണ് കാരണം. ഇവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഇവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് നാളെ പടച്ച റബ്ബിനോട് പറഞ്ഞ് നിനക്ക് സ്വർഗം വാങ്ങി തരുമെന്ന് തോന്നുന്നുണ്ടോ പെങ്ങള്? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സ്നേഹമുണ്ടാകണം സഹോദരാ, വിശ്വാസമുണ്ടാകണം സഹോദരാ. ഏതെങ്കിലും ഒരുത്തം പറയുന്നത് കേട്ടാൽ, നിന്റെ ഭാര്യ മെസ്സേജ് എഴുതി, നിന്റെ ഭാര്യ ഫോൺ വിളിച്ചു, നിന്റെ ഭാര്യ അവന്റെ കൂടെ കറങ്ങാൻ പോയി, ഏതെങ്കിലും ഒരുത്തം പറയുമ്പോ വാരി കെട്ടിപ്പോകാൻ പറയുന്നത് ശരിയാണോ ചെറുപ്പക്കാരാ? 20 കൊല്ലം നിന്റെ കൂടെ കടന്നവളല്ലേ, 20 വർഷം നിന്റെ കൂടെ ജീവിച്ചവളല്ലേ, എന്തേ നിനക്ക് വിശ്വാസമില്ലാതെ പോയത്? ആരെങ്കിലൊക്കെ എന്തേലും പറഞ്ഞാ മതി, പൊക്കോ വാരി കെട്ടി പൊക്കോ, ഞാൻ വരുന്നതിന് മുമ്പ് പൊക്കോളാനാ പറയാ. അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ചൊരു നാട് മുഴുവനും പറഞ്ഞപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എനിക്കറിയാം എൻ്റെ ഭാര്യയെ. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, എൻ്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാണെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറയോ? ഇന്നങ്ങനെ പറയത്തില്ല. സ്നേഹമില്ലല്ലോ, ഒരു പുതപ്പിന്റെ കീഴിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു നിങ്ങൾ രണ്ടുപേരും. രണ്ട് മനസ്സാടോ? രണ്ട് മനസ്സാ, സ്നേഹമില്ല. നിങ്ങൾക്ക് കുടുംബജീവിതത്തിന്റെ വില എന്താന്ന് പോലും അറിയത്തില്ലല്ലോ, കുടുംബജീവിതത്തിന്റെ മഹത്വം എന്താന്ന് പോലും അറിയില്ല. പെണ്ണ് കെട്ടിയിട്ട് 30 കൊല്ലമായി അല്ലേ? കുടുംബജീവിതത്തിന്റെ വില നിനക്കറിയോ? എടോ, നബിതങ്ങൾ പറയാ, ഇന്ന് വയത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു, നിന്റെ വീടെത്താറായി, ഇടവഴിയിലൂടെ പോവാ, നിന്റെ ഭർത്താവിന്റെ കയ്യിൽ നീ ഒന്ന് പിടിച്ചു, നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചാ മതി. പിടിക്കോ? ഏത് ഭർത്താവാ? പടച്ചവനെ, ഭാര്യ പുറകിൽ ഭർത്താവ് മുമ്പിൽ, അല്ലെങ്കിൽ ഇങ്ങനെ വരിക, ഒരുമിച്ച് വരൂല. ഭാര്യയുടെ കയ്യെ പിടിക്കണ എത്ര ഭർത്താക്കന്മാരാ ഉള്ളേ? ആരാ പിടിക്കുക? പിന്നെ നിങ്ങൾ ചോദിക്കും, എന്തിനാ ഉസ്താദ് എന്തിനാ ഇടവഴി ചെല്ലുമ്പോ പിടിക്കാൻ പറഞ്ഞേ? ഇടവഴി ചെല്ലുമ്പോ, ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ, കാരണം ഈ ടൗണിൽ കൂടെ മലക്കിരിക്കുന്ന പോലെ ഭർത്താവിന്റെ തലയിൽ ഇരുന്നിട്ട് ബൈക്കിൽ പോകും കെട്ടിപ്പിടിച്ചിട്ട്. അത് ചുമ്മാതെ അഭിനയോടാ, അത് വെറും അഭിനയം, അത് നാട്ടുകാരെ കാണിക്കുന്ന ഷോ, അത് വേറെ. ആത്മാർത്ഥ സ്നേഹം, അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കൈ പിടിച്ചാൽ മതി, രണ്ടുപേരുടെയും പാപം പൊറുക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപം പൊറുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപം പൊറുക്കുമാറാകട്ടെ. ചിരിക്കാറുണ്ടോ ഭാര്യയുടെ മുഖത്ത് നോക്കി? ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കുന്നത്, ഭാര്യയുടെ മുഖത്ത് നോക്കി നീ ചിരിക്കാറുണ്ടോ താത്ത? കാടന്തല് കുത്തിയതുപോലെ അല്ലേ? സംസാരിക്കാറുണ്ടോ? ഭർത്താവേ, നിന്റെ ഭാര്യ എടുത്ത് നീ സംസാരിക്കാറുണ്ടോ? അയൽവാസിയുടെ പെണ്ണുമ്പിള്ളയെ കാണുമ്പോ, ആമിന സുഖമാണോടി, ഇക്ക സുഖമാണോ, അയ്യോ എന്തൊരു വിശേഷം അന്വേഷിക്കല. സ്വന്തം പെണ്ണുമ്പിള്ളയെ കാണുമ്പോ അല്ലാഹു അഅലം, പടച്ചവൻ നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ നടക്ക, സ്നേഹവും ഇല്ല, ഒന്നുമില്ല, സ്നേഹമില്ലട. ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നിട്ട് രണ്ട് മനസ്സാ, പറ്റിക്കലും വഞ്ചിക്കലും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചതിയും വഞ്ചനയായിട്ട് ഇങ്ങനെ നടക്കുക. എല്ലാ അഭിനയം, സിനിമയിലൊക്കെ അഭിനയിച്ച് അവാർഡ് കിട്ടും, അങ്ങനത്തെ അഭിനയ. വെല്ലുന്ന രീതിയിലാ ഭർത്താവും ഭാര്യയില്ലേ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പറയും, നീ പൊക്കോളാൻ, രക്ഷപ്പെട്ടോളാൻ, ഞാൻ വരുന്നതിന് മുമ്പ് പൊക്കോളാൻ. എന്ത് നല്ല ഭർത്താവ് അല്ലേ? നീ ആരാ? നിന്റെ സ്വഭാവം നിനക്കറിയത്തില്ലേ? ഇവിടെ കയ്യിൽ ഫോണില്ലേ? ഞാൻ ചോദിക്കട്ടെ, കയ്യിൽ ഫോണില്ലേ? ലോക്കിടാതെ ഈ ഫോണ് കൊണ്ടുപോയി വീട്ടിൽ വെക്കാൻ ധൈര്യമുണ്ടോ?
ചിലതൊക്കെ തുറക്കണമെങ്കിൽ തന്നെ ഇവിടുത്തെ സ്റ്റേറ്റ് ബാങ്കിന്റെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാ ഓരോന്നിന്റെ ഫോണിൽ. ആമിനത്ത, നിന്റെ ഫോണ് തുറക്കണമെങ്കിൽ എത്ര ലോക്കാ? നിന്റെ മുഖം തന്നെ നോക്കണം, ഫിംഗർ പ്രിന്റ് വേണം, എങ്കിലേ തുറക്കത്തുള്ളൂ. ഗാലറി കയറണമെങ്കിൽ അടുത്ത ലോക്ക്. ഞാൻ ഒരിക്കൽ വഴുത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു പ്രായമുള്ള വാപ്പ, നിങ്ങളിപ്പോൾ ഇറക്കി വിട്ട മനുഷ്യനെ കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. ഒരു പ്രായമുള്ള വാപ്പ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ നിന്നു കൊടുത്തു. ആ വാപ്പ എടുക്കണ ലോക്ക് കണ്ടപ്പോൾ എനിക്ക് കണ്ണ് തെള്ളിപ്പോയിടോ. ആ മനുഷ്യൻ സാധാരണ നമ്മൾ എല്ലും എമ്മൊക്കെ ഇടും, ഇയാള് ഒരു വല്ലാത്ത ഇസഡ് പോലെ തുറണ ഇങ്ങനെ വല്ലാത്തൊരു ലോക്ക, അങ്ങനത്തെ ലോക്ക ഇല്ലേ? എന്തിനാ കാക്ക ഈ ലോക്ക്? എന്തിനാ ഇത്ര ലോക്ക്? ഭാര്യ ചോദിക്കുക, നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ പരിശോധിക്കണം? നിങ്ങൾക്ക് സംശയരോഗമാണ് അല്ലേ? ഭർത്താവ് ഭാര്യയോട് ചോദിക്കണം, നീ എന്തിനാ? ഭർത്താവിന്റെ ഫോൺ ഭാര്യയ്ക്ക് എടുക്കാൻ പാടില്ല. ചോദിച്ചാ പറയും, ഓക്ക് സംശയരോഗമാണ്, എപ്പോ നോക്കിയാലും പരിശോധന ഇല്ലേ? ഭർത്താവിന്റെ ഫോൺ ഭാര്യ എടുക്കത്തുമില്ല, ഭാര്യയുടെ ഫോൺ ഭർത്താവ് എടുക്കാൻ പാടില്ല. രണ്ടുപേരും ഇന്റർലോക്ക് ഇട്ട് വെച്ചിരിക്കുക. സർവ്വലോക്ക്, അതിനേക്കാളും വലിയ ലോക്കൊന്നുമില്ല. ഭർത്താവ് നല്ല മനുഷ്യനാ, കക്കൂസി പോകുമ്പോഴും അതുകൊണ്ടാ പോണേ, വെക്കത്തില്ല. ഒരിക്കൽ കുടുംബ വഴക്ക് തീർക്കുമ്പോ ഒരു ഭാര്യ പറഞ്ഞ വാക്ക, ഇയാളുടെ ഫോണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നെന്ന്. എന്റെ ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന എന്താ, ബാത്റൂമിൽ പോകുമ്പോഴും അതും കൊണ്ടാ പോണത്. റബ്ബേ, അത്രയ്ക്കും സ്നേഹവാദിനെ അതവസ്ഥ. എന്തേ സഹോദര, ഇടം മറച്ചു വെക്കാൻ ഉള്ളത് കൊണ്ടല്ലേ നീ ഒളിച്ചും പാത്തും കൊണ്ട് നടക്കുന്നേ? നീ എന്തിനാ ഈ ലോക്കൊക്കെ ഇടുന്ന? എന്തിനാ? കുറെ കാലം നിങ്ങൾ പറഞ്ഞു, ഉസ്താദെ അത് മക്കളെടുത്ത് ഗെയിം കളിക്കും, അതുകൊണ്ടാ. കുറെ കാലം കൊറോണയ്ക്ക് മുമ്പ് അത് പറഞ്ഞിരുന്നെങ്കിൽ അർത്ഥമുണ്ട്. ഉസ്താദെ കുട്ടികളെടുത്ത് ഗെയിം കളിക്കും, അതുകൊണ്ടാണ് ഞാൻ ലോക്ക്. നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ എന്തിനാ മക്കൾക്ക്? അമ്മര് തലകണയുടെ അത്രയുള്ള ടാപം കൊണ്ടല്ലേ നടക്കണേ? വാപ്പാടെ കയ്യിലിരിക്കുന്നതിനേക്കാളും നല്ല ഫോണ് മക്കളെടുത്തില്ലേ? നിന്റെ ഫോൺ എന്തിനാ? അപ്പൊ മറച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ? എടാ, നിന്റെ ലോക്ക് നിന്റെ ഭാര്യ അറിയട്ടെ. എന്റെ ഫോണിൽ ലോക്കുണ്ട്, എന്റെ പെണ്ണുപിള്ളക്ക് അറിയാം, ഞങ്ങൾ രണ്ടുപേരുടെയും ലോക്ക് ഒന്നാ. രണ്ടുപേരുടെയും ഫോണിന്റെ ലോക്ക് എന്റെ മക്കൾക്ക് അറിയാം. പേടിക്കാവൊന്നുമില്ല, അതിനകത്ത് ഭാര്യ വിളിക്കാതിരിക്കുന്നത് എടുത്തിട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണോ വിശ്വാസം ഉണ്ടാകുന്നത്. ഈ മറച്ചു ഒളിയും കള്ളത്തരൊക്കെ എന്തിനാ? പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, മോട്ടിച്ച് തിന്നുന്നവൻ അങ്ങനെ തന്നെ നടക്കും. അത് ഉദാഹരണം നോക്കിയേ, നിങ്ങളുടെ കയ്യിൽ ഞാനിപ്പോ ഒരു പഴം, ഒരു മാമ്പഴം എടുത്തു തന്നു, എന്നാ തിന്ന്. അതിനൊരു ടേസ്റ്റ് ഇല്ലടോ. എന്നാ വല്ലവന്റെ മാവിൽ നിന്ന് താഴെ കിടക്കുന്ന ഒരെണ്ണം എടുത്തിരുന്ന് നോക്കിയാൽ വല്ലാത്ത ടേസ്റ്റ് അതിന്. എടാ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി അത് കിടക്കത്തില്ല. മോട്ടിച്ച് തിന്നുന്നവൻ, ഒളിച്ച് നടന്നവൻ, പറ്റിച്ചവൻ, അവൻ എങ്ങനാണെങ്കിലും പറ്റിക്കുക തന്നെ ചെയ്യും. നല്ലവൻ അവൻ ജീവിക്കേണ്ടതുപോലെ നല്ലതൊരു ജീവിക്കും. നീ എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നീ നല്ലവനാണെങ്കിൽ നീ പേടിക്കണ്ട, നിന്റെ പെണ്ണുമ്പിള്ള നിന്നെ തേക്കൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ നല്ലവനല്ലെങ്കിലേ പേടിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുന്ന അഭിനയമൊക്കെ നിർത്ത്. സ്നേഹമൊന്നുമില്ല. ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മടുക്കുന്നുണ്ടോ? ഒറ്റ ഉദാഹരണം ഞാൻ നിർത്താ. സഹോദരിമാര് പറയുന്നത്, എന്റെ ഇക്ക എന്ന് പറഞ്ഞ ജീവനാ നിനക്ക് ഇല്ലേ? ഏയ്, ഇങ്ങനെ പെണ്ണുങ്ങൾ വിളിക്കുക, കുട്ടികളുടെ വാപ്പാന്നൊക്കെ വിളിക്കുമല്ലോ. നിന്റെ ഭർത്താവില്ലാതെ ഉറങ്ങാൻ പോലും നിനക്ക് പറ്റത്തില്ലെന്നല്ലേ പറയുന്നേ? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, നീ മരിച്ചെന്ന് കരുതുക. അള്ളാഹു നിനക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് തരുമാറാകട്ടെ. നിങ്ങൾ മരിച്ചു, 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 11 കഴിഞ്ഞു, 17 കഴിഞ്ഞു, 10, 15 അല്ലെങ്കിൽ 10-25 ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് നിന്റെ ഭർത്താവിൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ വന്നിട്ട് പറയും, അളിയാ, പടച്ചറബിന്റെ തീരുമാനം ഓട് പോയി, അള്ളാഹു സ്വർഗമൊക്കെ കൊടുക്കട്ടെ, മക്കളൊക്കെ ഇല്ലേ, വലിയ പ്രായമൊന്നും ആയില്ലല്ലോ, ഒരു പെണ്ണുണ്ട്, ആലോചിക്കട്ടെ. നിന്റെ ഭർത്താവിനോടാ ചോദിക്കുന്നത്. 10-25 ദിവസമേ ആയുള്ളൂ. നിന്റെ ഇക്കാനോട് ചോദിക്കുന്നു, ഒരു നല്ല പെണ്ണുണ്ട്, വലിയ വയസ്സൊന്നുമില്ല, മക്കളൊന്നുമില്ല, ആലോചിക്കട്ടെ. എന്താ മറുപടി? നിന്റെ ഭർത്താവ് പറയും, ഞാൻ പറഞ്ഞുതരാം മറുപടി. 40 കഴിയട്ടെ അളിയാ, ഇല്ലെങ്കിൽ നാട്ടുകാർ വല്ലതും പറയും. അധികം പേരും പറയുന്ന മറുപടി 40 കഴിയട്ടെ, അല്ലെങ്കിൽ നാട്ടുകാർ, ചിലത് 40 പോലും നിൽക്കത്തില്ല, അത് വേറെ. 40 കഴിയട്ടെ, നാട്ടുകാർ വല്ലതും പറയൂടെ, നാണം കെടുത്തും, ഒന്ന് ക്ഷമിക്ക്, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ അവസ്ഥ. ഇനി നിങ്ങൾ മരിച്ചെന്ന് കരുത്, 4 മാസവും 10 ദിവസവും പെണ്ണ് ഇരിക്കണം. ആരായിരിക്കണേ? CC അടഞ്ഞു തീരാറായ ഉമ്മാമ. ഇന്ന് ഇരിക്കുന്ന പെണ്ണുങ്ങൾ അധികം പേരും പ്രായമുള്ളവരായിരിക്കുക. ഇവരാ 40 ദിവസം ബദർ യുദ്ധം നടത്തുന്ന പോലെ എങ്ങനെയെങ്കിലും ഒന്ന് കടിച്ചു പിടിച്ചിരിക്കും, പിന്നെ പുറത്തിയാടും. പോലും ഇരിക്കാൻ ഇന്നത്തെ പെണ്ണുങ്ങൾ തയ്യാറാകുന്നില്ല. അതൊക്കെ അങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? സ്നേഹമില്ലാത്തത് കൊണ്ട്. എന്നാൽ ചില പെണ്ണുങ്ങളുണ്ട്, ഭർത്താവ് മരിച്ചു, ചെറുപ്പത്തിലാ മരിച്ച, കല്യാണം കഴിക്കാൻ പ്രായമുണ്ട്, കല്യാണം കഴിക്കില്ല. എൻ്റെ ഇക്ക മരിക്കുന്നവരെ ജീവിക്കും. തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഭാര്യയുടെ കണ്ണ് നിറയോടോ. ഓൾ എന്താണെന്നറിയില്ല, ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ അപ്പൊ കരയും. അത്രയ്ക്കും നല്ല സ്നേഹമുള്ള ഭാര്യമാരുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സ്നേഹിക്ക്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്ക്, പഠിക്ക്. ചുമ്മാ സിനിമയും സീരിയലും കണ്ട് 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 അള്ളാഹു ആയാലും പണ്ട് ഉസ്താദന്മാർ പറഞ്ഞു സീരിയൽ കാണല്ലേ കാണല്ലേ എന്ന്. അന്ന് നിങ്ങൾ ഇരുന്ന് കഞ്ചാവ് അടിക്കുക പോലെ കണ്ടതല്ലേ. ഇപ്പം എങ്ങനെയുണ്ട്? സർവ്വതും പഠിപ്പിക്കുന്നത് സീരിയലാ. അമ്മായി അമ്മയെ തലക്കടിച്ച് കൊല്ലണ്ടേ എങ്ങനെയാണെന്ന് പഠിപ്പിക്കണത് അതാ. കൂടപ്പുറപ്പിന്റെ പെണ്ണുമ്പിള്ളെ എങ്ങനെ പുഴക്കുച്ച് അടിപ്പിക്കുക, എല്ലാം സീരിയലാണ് പഠിപ്പിക്കണേ. അതിൽ നിന്ന് വല്ലാത്ത ദുരന്തമായി വന്നിരിക്കുന്നു. ഇന്ന് വനിതാ കമ്മീഷൻ വരെ കേസെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? അല്ലാതെ അങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പിന്നെ എല്ലാം പ്രേമവും പ്രണയവും അള്ളാഹു പടച്ചോൻ അത് നോക്കിങ്ങനെ നടക്കുക. എടാ സ്നേഹിക്കടാ ചെറുപ്പക്കാരാ, സ്നേഹിക്കണം. ഞാൻ പറയുന്നത് പ്രേമിക്കണം, അവനവൻ്റെ ഭാര്യയെ പ്രേമിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.